ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് ചെടിയെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് പച്ചമുളക്. നമ്മുടെ പച്ചമുളക് ചെടിയൊക്കെ നന്നായി വളർന്നു വരുന്ന സമയത്തായിരിക്കും ഇലകൾ കുരുടിച്ചു തുടങ്ങൽ. നല്ല വളർച്ചയുള്ള ഘട്ടത്തിൽ ഇലയുടെ കുരുടിപ്പ് വരാറുണ്ട്, മുരടിപ്പും വരാറുണ്ട്. അതുപോലെ പൂവിട്ട് കായ് പിടിക്കുന്ന സമയത്ത് മുരടിപ്പ് വന്ന് അതിൻ്റെ വളർച്ചയെല്ലാം നശിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതും കണ്ടുവരാറുണ്ട്. ഈ മുരടിപ്പ് രോഗം ചെടികൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളെല്ലാം കുരുടിച്ച് ഷൈപ്പൊക്കെ മാറി വരും. അതുപോലെ കായ്ഫലം കുറയും. ഉണ്ടാകുന്ന മുളകാണെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ് പല രൂപത്തിലായിരിക്കും. നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ, നല്ല പരിചരണം കൊടുത്തില്ല എങ്കിൽ ആ മുളകിൻ്റെ ചെടി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഒരു ചെടിക്ക് മുരടിപ്പ് രോഗം വന്നാൽ എല്ലാ ചെടികളിലേക്കും വ്യാപിക്കുന്ന ഒരു പ്രധാന വില്ലനായി നിൽക്കുന്നത് വെള്ളീച്ചയാണ്. വെള്ളീച്ചകളെ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് മുരടിപ്പ് മാറ്റാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വെളുത്തുള്ളി എടുത്ത് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കപ്പിലോട്ട് ഇതിനെ അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു കപ്പിലോട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിൽ കൂടെ പോരുന്ന രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അതിൻ്റെ സെത്തൊക്കെ പോരുന്ന രീതിയിൽ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കപ്പിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതിലോട്ട് വേറെ 2 സാധനങ്ങളും കൂടെ കൂട്ടാനുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ വെളുത്തുള്ളി ലായനി നല്ലപോലെ വെള്ളത്തിൽ ലയിപ്പിക്കുക. എന്നിട്ട് പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ 5 ml ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. അളവ് കൂടിപ്പോകരുത്. 1 ലിറ്ററിലേക്കുള്ളൊരു അളവാണ് 5 മില്ലി. പിന്നെ നമുക്ക് ഈ വേപ്പെണ്ണ ഇതുപോലെ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്താൽ അത് വെള്ളത്തിൽ ലയിക്കില്ല. അതിങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് സോപ്പ് ലായനി ചേർത്ത് കൊടുക്കുക. ലിക്വിഡോ എന്തെങ്കിലും ലിക്വിഡ് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 5 ml സോപ്പ് ലായനിയും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ വേപ്പെണ്ണ വെള്ളവുമായി നല്ലപോലെ മിക്സായി കിട്ടും. ഈ വെളുത്തുള്ളി ലായനിയും വേപ്പെണ്ണയും സോപ്പ് ലായനിയും നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമുക്കിതൊരു ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലിൽ ഒഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്നും കൂടി മിക്സാക്കിയാൽ അത് നല്ല രീതിയിൽ തന്നെ അത് മൂന്നും നല്ലതുപോലെ മിക്സായി കിട്ടും. ഇനി നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുളക് ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഇലകളുടെ അടിയിലും മുകളിലും തണ്ടിലുമൊക്കെ ആവുന്ന രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും വെള്ളീച്ചയുടെ ശല്യത്തിൽ നിന്നൊക്കെ നമ്മുടെ മുളക് ചെടിയെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല രീതിയിൽ നനയുന്ന പോലെ നമുക്ക് അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ മുളക് ചെടി കണ്ടോ, ഇഷ്ടം പോലെ മുളകാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ഐറ്റമാണ്. കാന്താരി മുളകിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ട് നിൽക്കുന്ന ഒരു മുളകാണിത്. നല്ല എരിവുള്ളൊരു മുളകാണ് കേട്ടത്. ഇഷ്ടം പോലെയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് മുരടിപ്പ് ബാധിച്ച ഒരു ചെടിയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുരടിച്ച ഇലകളൊക്കെ നുള്ളിക്കളയുക. മുരടിച്ച നാമ്പുകളുണ്ടെങ്കിൽ അതിനെയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ രോഗം മാറുമ്പോൾ പുതിയ ശിഖരങ്ങൾ വന്നോളും. അപ്പോൾ ഈ മുരടിച്ച ഇലകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇതിൻ്റെ ഈ നുള്ളിക്കളയുന്ന ഇലകളുണ്ടല്ലോ അത് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടരുത്, ഒന്നെങ്കിൽ കത്തിച്ച് കളയുക അല്ലെങ്കിൽ ദൂരെ മാറ്റിയിടുക. അപ്പോൾ ഇത് കണ്ട് ഇതിലൊക്കെ ഇതൊരു കാപ്സികത്തിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പൂവൊക്കെ ഇട്ട് തുടങ്ങുന്ന ഒരു സമയത്താണ് ഇതിന് മുരടിപ്പ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ മരുന്ന് പ്രയോഗിക്കുകയാണ്. ഞാൻ മുമ്പ് ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിൻ്റെ ഈ ഇലകളൊക്കെ ഞാൻ നുള്ളിക്കളഞ്ഞു, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള നാമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്രയോഗം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ കുമ്മായം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കപ്പിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അതിനെ നല്ല പോലെ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കണം. നല്ല പോലെ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അത് ലിറ്റർ വെള്ളമാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇത് ചെടികൾക്ക് തളിച്ച് കൊടുക്കാനായിട്ട്. കുമ്മായമോ ഡോളോമൈറ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ അരിച്ചെടുത്തൊരു ബോട്ടിലാക്കി നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ നനയുന്ന രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ബോട്ടിൽ ആക്കി കൊടുക്കുന്നില്ല, കൈ വെച്ച് തന്നെ തളിച്ച് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെടികളുടെ ഇലയിലും തണ്ടിലും മൊത്തമാവുന്ന രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തളിച്ച് കൊടുക്കുകയോ ചെയ്താൽ മുരടിപ്പ് രോഗങ്ങളൊക്കെ ഒരു വിധം മാറിക്കിട്ടുന്നതാണ്. ഇങ്ങനെ കുരുടിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളമൊന്നും ചെയ്യാതിരിക്കരുത്. നന്നായിട്ട് വളവും കൊടുക്കണം, അതിനൊപ്പം ഇത്തരത്തിലുള്ള മാർഗങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ ഈ കുമ്മായം ഇട്ട് കലക്കിയ വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ മണ്ണിൻ്റെ അമ്ലത മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രോഗങ്ങൾ വരാനായിട്ട് നിൽക്കരുത്, അതിന് മുമ്പ് തന്നെ ഇത്തരം മാർഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കരുത്തോടെയും നല്ല ആരോഗ്യത്തോടെയും കൂടി നമ്മുടെ ചെടിയൊക്കെ വളർന്ന് അതിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വിളവ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾ രോഗം വരാനായിട്ടൊന്നും നിൽക്കരുത്. അപ്പോൾ ഇത് കണ്ട് ഈ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇഷ്ടം പോലെ മുളകും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തൈകൾ നടുന്നതും അതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ഇനി നമുക്ക് കുറച്ച് വിളവെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബേബി പടവലം എടുക്കുക. അപ്പോൾ 2 പടവലം ഈ ഭാഗത്തുണ്ട്, അതെടുത്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഒരു പാവലെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 2 പടവലം കൂടി എടുക്കാനുണ്ട്. ഈ പടവലം ഇത്രയേ ഇത് വലുതാവുകയുള്ളൂ കേട്ടോ. ഇതൊക്കെ മൂത്ത് വിളവെടുക്കാൻ പാകമായതാണ്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാവക്കയും എടുക്കാനുണ്ട്. പിന്നെ ഇതാ അവിടെ വയലറ്റ് വഴുതന അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെണ്ട എടുക്കാനുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. അത് 2-3 എണ്ണം മതി നമുക്കൊരു നേരത്തെ തോരനൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇത് മൂത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾ വിചാരിച്ച് മൂത്ത് പോയിട്ടുണ്ട് എന്ന്. ഇതിൻ്റെ ഈ തലഭാഗം ഇങ്ങനെ നുള്ളി കൊടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടുന്നുണ്ടെങ്കിൽ അത് മൂത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിത്തിന് വെച്ചതാണ്. ഈ ഒരു ഭാഗത്തും ഒരു 2 എണ്ണം കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ എടുക്കാം. നല്ല വലുപ്പമുള്ള വെണ്ടയാണ് കേട്ടോ ഈ ആനക്കൊമ്പൻ വെണ്ട. ഇത് 3 എണ്ണം തന്നെ മതി. അപ്പോൾ ഇതാ 3 വെണ്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്തെ പച്ച വഴുതന എടുക്കാനുണ്ട്. ഒരു 3 പച്ച വഴുതനയും കൂടെ എടുക്കുന്നുണ്ട്. ഒരു വീടായാൽ 2-3 വഴുതന, 2-3 തക്കാളി, പച്ചമുളക്, അതുപോലെ വെണ്ട ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വിളവെടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഇല മാത്രമായി നുള്ളിയെടുക്കരുത്, ഇതുപോലെ കമ്പ് പൊട്ടിച്ച് വേണം ഇത് എടുക്കാനായിട്ട്. നല്ല ഫ്രഷ് കറിവേപ്പാണ് കേട്ടോ. വിഷമില്ലാത്ത ജൈവ രീതിയിൽ വളർത്തിയെടുക്കുന്ന പച്ചക്കറിയാണ് ഇവിടെ. ഇത് കണ്ടോ, ഒരു കമ്പ് ഞാൻ കറിവേപ്പും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്കിതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 3 വെണ്ട എടുത്തു, 2 പാവക്ക വിളവെടുത്തു. അതുപോലെ തന്നെ 4 വഴുതന, പച്ച വഴുതനയും വയലറ്റ് വഴുതനയും, അതുപോലെ തന്നെ നമ്മുടെ ബേബി പടവലും ഒരു 4 എണ്ണം അതും എടുത്തിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വിളവെടുത്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ
ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.